അപ്പോൾ സൊമാറ്റോയുടെ വീക്ക്ലി ഇൻസെൻറ്റീവിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ വന്നത് കേട്ടോ. അപ്പം വെള്ളി, ശനി, ഞായർ ഈ മൂന്ന് ദിവസം കൊണ്ട് 3000 രൂപ ഓർഡർ ഏണിങ്സ് ഞാൻ ഓടിയെടുക്കുമായിരുന്നെങ്കിൽ എനിക്ക് 1100 രൂപ ഇൻസെൻറ്റീവായിട്ട് കിട്ടിയേനെ. അപ്പം വെള്ളിയും ശനിയും ഞാൻ ഓടിയായിരുന്നു. പിന്നെ ഞായറാഴ്ച, അതായത് ഇന്നത്തെ ദിവസം എനിക്ക് 1369 രൂപയുടെ ഓർഡറും കൂടി ഞാൻ ഓടിയെടുക്കുമായിരുന്നെങ്കിൽ എനിക്ക് 1100 രൂപ ഇൻസെൻറ്റീവ് കിട്ടിയേനെ. അതായത് ജിഗ്ഗെല്ലാം കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് 1369 രൂപ കറക്റ്റായിട്ട് ഓടിയെടുക്കണം. അതായത് ജിഗ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 12 മണി തൊട്ട് 3 മണി വരെ, പിന്നെ 7 മണി തൊട്ട് 10 മണി വരെയുള്ള ഷിഫ്റ്റും കറക്റ്റായിട്ട് മസ്റ്റായിട്ട് ഞാൻ ജോയിൻ ചെയ്തിരിക്കണം. പിന്നെ 1369 രൂപ ഓർഡർ ഏണിങ്സ് ഞാൻ ഓടിയെടുക്കണം. അങ്ങനെയായിരുന്നെങ്കിൽ നാളെ തിങ്കളാഴ്ച വൈകുന്നേരത്തേക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് 1100 രൂപ ഇൻസെൻറ്റീവും കൂടി കിട്ടിയേനെ. പക്ഷേ ഇന്ന് രാവിലെ ആ വീക്ക്ലി ഇൻസെൻറ്റീവ് എൻ്റെ കണ്ണിൽ കൂടി പോയ കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പറ്റുന്നത് കേട്ടോ. വേറൊന്നുമല്ല, ഞാനും അമ്മയും കൂടി രാവിലെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കുമാണ് ഈ ഓർഡർ അടിച്ചത്. ഈ ഓർഡർ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളാണെങ്കിൽ ആ വീഡിയോ എടുക്കുന്ന കാര്യത്തിൽ തന്നെ അങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്ത്, അപ്പോഴത്തേക്കും എൻ്റെ വീക്ക്ലി ഇൻസെൻറ്റീവ് പോയി കേട്ടോ. ഈ 2 ദിവസത്തെ കഷ്ടപ്പാട് പോയി. അപ്പോഴത്തേക്കും ഇത് ഞാനാണെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് എടുക്കുന്നില്ല, ഞാനൊരു പോസിറ്റീവായിട്ട് തന്നെ എടുക്കുന്നുള്ളൂ. കാരണം എന്നാന്ന് വെച്ചാൽ, ഇപ്പം അമ്മയായിട്ട് അങ്ങനെ ഒരു വീഡിയോ എടുത്തതുകൊണ്ടാണല്ലോ എനിക്കിത് പോയത്. പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അമ്മയായിട്ട് ആ വീഡിയോ എടുത്തെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് അതുപോലുള്ള ഒരു നല്ല മുഹൂർത്തം, ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു നല്ല മുഹൂർത്തം എനിക്ക് ആ സമയം കിട്ടി. അതായത് എൻ്റെ വീക്ക്ലി ഇൻസെൻറ്റീവ് എനിക്ക് 1100 രൂപ നഷ്ടപ്പെട്ടെന്ന് മാത്രമേ ഉള്ളൂ. പൈസ എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെയാണെങ്കിലും നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം. പക്ഷേ ചില നല്ല മുഹൂർത്തങ്ങളുണ്ട്, നല്ല സന്തോഷമുള്ള നിമിഷങ്ങൾ. അപ്പോൾ അതുപോലെ നല്ല സന്തോഷമുള്ള ഒരു നിമിഷങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളൊരിക്കലും അത് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. കാരണം പിന്നീടത്തേക്ക് വൈകുന്നേരത്തേക്ക് ഇപ്പോൾ എനിക്ക് ആ വീഡിയോ എടുക്കാം എന്ന് ഞാൻ വിചാരിക്കുമായിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഇന്നത്തെ ഇൻസെൻറ്റീവ് എനിക്ക് കിട്ടിയേനെ. പക്ഷേ വൈകുന്നേരം ഞാൻ വരാനടുത്ത് എൻ്റെ മൂഡും അമ്മയുടെ മൂഡും ഏത് രീതിയിലാണെന്ന് അറിയാൻ പറ്റത്തില്ല. പറഞ്ഞു മനസ്സിലായോ? അപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ പോലും, അതായത് നമ്മളൊരു സന്തോഷകരമായിട്ടുള്ളൊരു നിമിഷത്തിൽ ഏർപ്പെടുന്ന സമയത്ത് നമ്മളൊരിക്കലും മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ട് പോകാൻ നിൽക്കില്ല. അത് എന്ത് തന്നെയാണെന്ന് പറഞ്ഞാൽ പോലും, മനസ്സിലായില്ലേ? അതുപോലെ വെരി ഇമ്പോർട്ടൻ്റ് കാര്യമാണെങ്കിൽ പൊക്കോ, അതല്ലാതെ ഉള്ള കാര്യമാണെങ്കിൽ ഇതുപോലെ പോകരുത്. ആ സന്തോഷ നിമിഷം കഴിഞ്ഞതിന് ശേഷമേ പോകാവുള്ളൂ. അപ്പം നമ്മൾ വാല്യൂ കൊടുക്കേണ്ടത് എന്നാന്ന് വെച്ചാൽ പൈസയ്ക്കല്ല. പൈസ എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നീട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ, ഇതുപോലെ എന്ത് സിറ്റുവേഷൻ വന്നെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ പോസിറ്റീവ് മൈൻഡിലെ കാര്യങ്ങൾ എടുക്കാവൂ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെ ഇൻസെൻറ്റീവ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന കുറച്ച് റൂൾസും കൂടി ഉണ്ട് കേട്ടോ. അതായത് 2 ഓർഡർ വരെ നമുക്ക് ഡിനേൽ ചെയ്ത് കളയാൻ പറ്റും. അതായത് എനിക്ക് ഓർഡർ എടുക്കാൻ താല്പര്യമില്ല എന്നും പറഞ്ഞ് വേണം കട്ടാക്കി വിടാൻ പറ്റും. അതുപോലെ തന്നെ 2 ജിഗ് ഇൻകംപ്ലീറ്റ് ആക്കി വിടാനും നമുക്ക് പറ്റും. അതായത് ഇപ്പം നമ്മൾ ഒരു ഷിഫ്റ്റ് നമ്മൾ ബുക്ക് ചെയ്ത് 2 മണി തൊട്ട് 3 മണി വരെ നമ്മൾ ബുക്ക് ചെയ്തെന്നിരിക്കട്ടെ, എന്തെങ്കിലും ഒരു സാഹചര്യം വെച്ചാൽ നമുക്കാണെങ്കിൽ ആ ജിഗ് ഓടാൻ പറ്റിയില്ല. അങ്ങനെയാണെങ്കിൽ പോലും നമ്മുടെ സമയത്തിനാണ് അവിടെ ഇത് വരുന്നത്. അപ്പം നമുക്ക് ആ ജിഗ് നഷ്ടപ്പെടും. അങ്ങനെ 2 ജിഗ് ഇൻകംപ്ലീറ്റ് ആയാൽ പോലും നമുക്ക് ഓർഡർ നമുക്ക് കിട്ടും. മീൻസ് നമുക്ക് ആ വീക്ക്ലി ഇൻസെൻറ്റീവ് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.